തന്റെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ട വസ്ത്രങ്ങളും മേക്കപ്പ് സാമഗ്രികളും വാങ്ങാൻ എറണാകുളത്തെ മാർക്കറ്റിലെത്തിയതായിരുന്നു ഇന്ദുജ. തനിക്കാവശ്യമായവ അവിടെയുള്ള ഓരോ കടയിലും കയറിയിറങ്ങി അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് അവൾ ആ പെയിന്റിംഗ് ആദ്യമായി കാണുന്നത്. ഇരു കൈകളിലും തിരിയിട്ട് തെളിയിച്ച് ചിരാതുകളേന്തി ലാസ്യഭാവത്തിൽ നിൽക്കുന്ന നർത്തകിയുടെ ചിത്രം. അത് കണ്ട മാത്രയിൽ അവളുടെ ഉള്ളിൽ എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം ഭ്രാന്തമായ അനുഭൂതി ഉടലെടുത്തു. അവൾ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവളെ പോലെ ആ ചിത്രത്തെ തന്നെ നോക്കി നിന്നുപോയി. താനൊരു നർത്തകി കൂടിയായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ചിത്രത്തിലുള്ളത് താൻ തന്നെയല്ലേ എന്ന് അവൾക്ക് തോന്നിയത്. കേവലം ഒരു പെയിന്റിംഗ് മാത്രമായി അതിനെ അവഗണിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഇത്ര മനോഹരമായൊരു ചിത്രം ഒരു വഴിയോര കച്ചവടക്കാരന്റെ പക്കൽ എത്തിയതെന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. എന്തായാലും അത് സ്വന്തമാക്കണം. തനിക്കിനിയും കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് കഴിഞ്ഞ് തിരികെ പോകും വഴി പെയിന്റിങ്ങും വാങ്ങാം എന്നവൾ തീരുമാനിച്ചു. എന്നിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് താൻ തിരികെ വരുമ്പോഴേക്കും അത് മറ്റാരെങ്കിലും വാങ്ങിക്കൊണ്ടുപോയെങ്കിലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലൂടെ കടന്നുപോയത്. അങ്ങനെ സംഭവിച്ചാൽ തന്റെ വിലപ്പെട്ട എന്തോ ഒന്ന് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നവൾക്ക് തോന്നി. അതോടെ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൾ വേഗം ആ കച്ചവടക്കാരന്റെ അടുത്ത് ചെന്ന് ചിത്രത്തിന്റെ വില ചോദിച്ചു. അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം വില കൂടുതലായിരുന്നു അയാൾ പറഞ്ഞത്. എങ്കിലും വില പേശാൻ നിൽക്കാതെ അയാൾ പറഞ്ഞ മുഴുവൻ തുകയും നൽകി അവൾ അത് സ്വന്തമാക്കി. രാവിലെ മാർക്കറ്റിലെത്തിയ അവൾ ഏതാണ്ടൊരു 3 മണിയോടെ ഷോപ്പിംഗ് പൂർത്തിയാക്കി തിരികെ പോകാനുള്ള ബസ്സിൽ കയറി. തൃശൂർ, എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശത്തായിരുന്നു അവളുടെ വീട്. ബസ്സിൽ 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് അവൾ ഒരു ചെറിയ ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ ബസ് സ്റ്റോപ്പിന് പുറകിൽ പാർക്ക് ചെയ്തിരുന്ന 2 വീലറുകളുടെ ഇടയിലേക്ക് കയറി ചെന്ന് അവൾ തന്റെ ആക്റ്റീവ സ്കൂട്ടറിന്റെ മുന്നിൽ ആ പെയിന്റിംഗ് എടുത്തു വെച്ചു. അതിനുശേഷം സ്കൂട്ടറിന്റെ സീറ്റ് തുറന്ന് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള കിറ്റുകളെല്ലാം അതിനകത്തേക്ക് ഒരു വിധത്തിൽ തിരികെ കയറ്റി. എല്ലാം കഴിഞ്ഞ് സ്കൂട്ടറിൽ കയറി കാലുകൊണ്ട് തള്ളി സ്കൂട്ടർ അല്പം പുറകോട്ട് നീക്കി. കുറച്ചുകൂടി പുറകോട്ട് നീങ്ങിയാലേ തനിക്ക് ഹാൻഡിൽ തിരിച്ച് സ്കൂട്ടർ റോഡിലേക്ക് കയറ്റാൻ പറ്റൂ. പക്ഷെ അവിടെ ചെറിയൊരു കയറ്റമായിരുന്നത് കാരണം എത്ര ശ്രമിച്ചിട്ടും പിന്നെ സ്കൂട്ടർ ഒരൽപ്പം പോലും പുറകോട്ട് നീങ്ങിയില്ല. അവൾ സ്കൂട്ടറിൽ ഇരുന്ന് കാലുകൊണ്ട് കസർത്ത് കാണിക്കുന്നത് കണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന ഒരു പയ്യൻ വന്ന് സ്കൂട്ടറിന്റെ പുറകിൽ പിടിച്ചു വലിച്ചു. അതോടെ സ്കൂട്ടർ എളുപ്പത്തിൽ റോഡിലേക്ക് കയറി. ആ പയ്യനോട് ഒരു താങ്ക്സും പറഞ്ഞ് അവൾ തന്റെ വീട് ലക്ഷ്യമാക്കി അല്പം വേഗത്തിൽ സ്കൂട്ടർ ഓടിച്ചു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ തന്റെ കാലുകളിൽ വല്ലാത്ത ചൂടനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. റോഡ് ചുട്ടുപഴുത്തു കിടക്കുകയാണ്. ഇനി ചൂട് കാരണം പെയിന്റിങ്ങിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ എന്ന് അവൾക്ക് ആശങ്ക തോന്നി. അതോടെ അവൾ സ്കൂട്ടറിന്റെ വേഗത അല്പം കൂടി വർദ്ധിപ്പിച്ചു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ എങ്ങനെയെങ്കിലും പെയിന്റിംഗ് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചാൽ മതിയെന്നൊരു ചിന്ത മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിച്ച വിഷാദത്തിൽ നിന്നും അവൾ പുറത്തു വന്നത് ഇത്തരം ചെറിയ സന്തോഷങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പെയിന്റിംഗ് അവിടെ തന്നെയില്ലേ എന്ന് അവൾ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 5 മണിയോടെ പാടവരമ്പത്തെ മൺവഴി പിന്നിട്ട് അവൾ ഓടുമേഞ്ഞ മനോഹരമായ തന്റെ വീട്ടിലെത്തി. 3 മുറികളും ഒരു ഹാളുമുള്ള ഒരു കുഞ്ഞു വീട്. വീട്ടിലെത്തിയ പാടെ അവൾ ആദ്യം നോക്കിയത് പെയിന്റിംഗ് എവിടെ ഉറപ്പിക്കുമെന്നതാണ്. കുറെ അങ്ങുമിങ്ങും നോക്കി നടന്ന ശേഷം ഒടുവിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ചുവരിൽ തന്നെ ഉറപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. അന്ന് തന്നെ വീടിനടുത്തുള്ള ഒരു പയ്യനെ കൊണ്ട് ചുമരിൽ ഡ്രില്ലർ കൊണ്ട് ഒരു തുളയുണ്ടാക്കി അതിൽ ആണിയടിച്ച് പെയിന്റിംഗ് അവിടെ ഉറപ്പിച്ചു. എന്നിട്ട് കുറേ നേരം അതിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ തന്നെ നിന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന് ഹാളിലേക്ക് വന്ന ഇന്ദുജ ടീപ്പോയുടെ താഴെ ഇരുന്നിരുന്ന പഴയ ന്യൂസ് പേപ്പർ അല്പം കരിഞ്ഞിരിക്കുന്നത് കണ്ട് അതിനടുത്തേക്ക് ചെന്ന് നോക്കി. ധാരാളം നേർത്ത കനലുകൾ ഒന്നിച്ചു വീണതുപോലെയായിരുന്നു അത്. എവിടെ നിന്നുമാണ് അത്രയധികം കനലുകൾ വന്നിരിക്കുക? ഇന്ദുജ ഹാളിന്റെ ചുറ്റും നോക്കി. ഒരു ജനാല അല്പം തുറന്നു കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലൂടെ വന്നതായിരിക്കുമെന്ന് കരുതി അവൾ ആ പത്രം അവിടെ തന്നെ വെച്ച് തന്റെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു. ആ സംഭവം ഒഴിച്ചു നിർത്തിയാൽ യാതൊരു പ്രത്യേകതയുമില്ലാത്ത ഒരു സാധാരണ ദിവസം പോലെ ആ ദിവസവും കടന്നുപോയി. അതിനടുത്ത ദിവസം രാവിലെ ഹാളിലേക്ക് വന്ന ഇന്ദുജ തലേ ദിവസത്തേതിന് സമാനമായി ന്യൂസ് പേപ്പർ അല്പം കരിഞ്ഞിരിക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ അന്നും ജനാല തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ വേഗം ചെന്ന് അതടച്ച് കൊളുത്തിട്ടു. അന്ന് വൈകുന്നേരം ഡാൻസ് സ്കൂളിൽ നിന്നും തിരികെ എത്തിയ ഇന്ദുജ തന്റെ ഡാൻസ് പ്രോഗ്രാമിന്റെ ഒരു കെട്ട് നോട്ടീസ് ടീപ്പോയുടെ മുകളിൽ വെച്ചു. രാത്രി ഉറങ്ങും മുമ്പ് എല്ലാ ജനാലകളും അടഞ്ഞു തന്നെയല്ലേ കിടക്കുന്നത് എന്നവൾ ഒന്നുകൂടി ഉറപ്പുവരുത്തി. എന്നാൽ രാവിലെ ഉറക്കമുണർന്ന് ഹാളിലേക്ക് വന്ന അവൾ കണ്ടത് ടീപ്പോയുടെ മുകളിൽ തന്റെ നോട്ടീസുകൾ കരിഞ്ഞതിന്റെ ചാരമാണ്. അതുകണ്ട് അവളുടെ നോട്ടം ആദ്യം പോയത് ജനാലയുടെ നേരെയാണ്. പക്ഷേ ജനാലകളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. അതോടെ അവൾക്ക് ആകെ പരിഭ്രമമായി. എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണമെന്നോർത്ത് അവൾ കുറച്ചുനേരം അവിടെ നിന്ന് ആലോചിച്ചു.
പക്ഷെ എത്ര ചിന്തിച്ചിട്ടും അതിനൊരു കാരണം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ തൽക്കാലം ടീപ്പോയി മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാമെന്ന് കരുതി അവൾ അതെടുത്ത് ഹാളിന്റെ ഒരു മൂലയിലേക്ക് ചേർത്ത് വെച്ചു. അടുത്ത ദിവസം രാവിലെ ഹാളിലേക്ക് വന്ന ഇന്ദുജ കണ്ടത് മുൻപ് ടീപ്പോയി ഇരുന്നിടത്തു നിന്നും നേരെയുള്ള ജനാലയുടെ കർട്ടനിൽ കനൽ വീണ് കരിഞ്ഞ പാടുകളാണ്. അതുകൂടിയായപ്പോൾ എന്തോ ചില കുഴപ്പങ്ങളുള്ള പോലെ അവൾക്ക് തോന്നി. അന്നു വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് വന്ന അവളുടെ പക്കൽ ബാറ്ററിയും മെമ്മറി കാർഡും ഇട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ചെറിയ സെക്യൂരിറ്റി ക്യാമറയും ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ അടുത്ത വീട്ടിലെ പയ്യനെ കൊണ്ട് അത് ചുമരിൽ ഉറപ്പിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഹാളിലേക്ക് എത്തിയ ഇന്ദുജ ഒന്ന് നടുങ്ങിപ്പോയി. ജനൽ കർട്ടൻ പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരിക്കുന്നു. അത് കണ്ട് അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അവളുടനെ ചുമരിലെ ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് ഊരിയെടുത്ത് തന്റെ ഫോണിലിട്ട് അതിലെ ദൃശ്യങ്ങൾ ഓടിച്ചു നോക്കി. വീഡിയോ ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ അല്പം വികസിച്ചു. ഹാളിനുള്ളിൽ അന്തരീക്ഷത്തിൽ എവിടെ നിന്നോ ധാരാളം കനലുകൾ പാറി നടക്കുന്നു. ഒടുവിൽ അവയെല്ലാം കൂടി ജനാൽ കർട്ടനിൽ വന്ന് പതിക്കുന്നു. അവൾ പലതവണ വീഡിയോയിലെ ആ ഭാഗം കണ്ടു നോക്കിയെങ്കിലും എവിടെ നിന്നുമാണ് ആ കനൽത്തരികൾ വന്നത് എന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ ഹാളിലുണ്ടായിരുന്ന ജനൽ കർട്ടൻ ഉൾപ്പെടെയുള്ള തുണികളും പഴയ ന്യൂസ് പേപ്പറുകളുമെല്ലാം അവൾ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് മാറ്റി. അന്ന് ഡാൻസ് സ്കൂളിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന സമയം മുഴുവൻ ഇന്ദുജയുടെ മനസ്സ് കലുഷമായിരുന്നു. വീട്ടിലെ ഈ അസാധാരണ സംഭവം അവളെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അതോടെ പൊതുവെ മിതഭാഷിയായിരുന്ന അവൾ ആ സംഭവം ഡാൻസ് സ്കൂളിലെ ടീച്ചറായ തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ വീട്ടിലേക്ക് വരാമെന്ന് അവർ ഇന്ദുജയോട് പറഞ്ഞു. അന്ന് രാത്രി ഇന്ദുജ എന്തോ ദുസ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്നു. കണ്ണു തുറന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ ഹാളിൽ ഒന്ന് ചെന്നു നോക്കിയാലോ എന്ന് അവൾക്ക് തോന്നി. അവൾ ലൈറ്റുകളെല്ലാം ഓൺ ചെയ്ത് ഹാളിലേക്ക് നടന്നു. അതിനിടയിൽ അവൾ ചുമരിലെ ക്ലോക്കിൽ സമയം നോക്കി. പുലർച്ചെ 2 മണി. ഹാളിലേക്ക് കാലെടുത്തു വെച്ച ഇന്ദുജ അവിടെ നിറയെ തീക്കനലുകൾ പാറി നടക്കുന്നത് കണ്ട് സ്തബ്ധയായി. അവ എവിടെ നിന്നുമാണ് വരുന്നത് എന്നറിയാനായി അവൾ കനലുകൾ ദേഹത്ത് തട്ടാതെ ശ്രദ്ധയോടെ മുന്നോട്ട് ചുവടുവെച്ചു. ഹാളിലെത്തി ചുറ്റും നോക്കിയ അവൾ തീക്കനലുകൾ താൻ ചുമരിൽ പതിപ്പിച്ച പെയിന്റിങ്ങിലുള്ള ചിരാതിൽ നിന്നുമാണ് വരുന്നത് എന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല, അവൾ സ്വയം പറഞ്ഞു. പക്ഷേ അവൾ നോക്കി നിൽക്കെ പെയിന്റിങ്ങിലുള്ള 2 ചിരാതുകളിൽ നിന്നും വീണ്ടും പുറത്തേക്ക് തീക്കനലുകൾ പാറി വന്നുകൊണ്ടിരുന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവൾ മെല്ലെ ആ പെയിന്റിങ്ങിനടുത്തേക്ക് ചെന്നു. അതിനടുത്തേക്ക് ചെല്ലുന്തോറും അസഹ്യമായ ചൂടനുഭവപ്പെടുന്നത് അവൾ അറിഞ്ഞു. അവൾ അടുത്തെത്തിയതും പെയിന്റിങ്ങിലുള്ള സ്ത്രീ മുഖമുയർത്തി വന്യഭാവത്തോടെ അവളെ നോക്കി ഉച്ചത്തിൽ അലറി. നടുങ്ങി വിറച്ചുപോയ ഇന്ദുജ പുറകോട്ട് മറിഞ്ഞു വീണു. ആ സമയം ഒരു കൂട്ടം തീക്കനലുകൾ അവളുടെ നേരെ പാഞ്ഞു വന്നു. അവയിൽ ചിലത് അവളുടെ ദേഹത്ത് പതിച്ചതും വെപ്രാളപ്പെട്ടുകൊണ്ട് അവ കൈകൊണ്ട് തല്ലിക്കെടുത്തി അവൾ പുറകോട്ട് നിരങ്ങി നീങ്ങി. ഉടനെ കനലുകളെല്ലാം കൂടിച്ചേർന്ന് ഒരു തീഗോളം പോലെയായി മാറി. അത് കണ്ടു ഭയന്ന ഇന്ദുജ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കുള്ള വാതിലിന് നേരെ ഓടി. വാതിലിനടുത്തെത്തി അതിന്റെ ലോഹം കൊണ്ടുള്ള കൊളുത്തിൽ പിടിച്ചതും അവളുടെ കൈകൾ പൊള്ളി. വാതിലിന്റെ കൊളുത്തുകൾ ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു. ഉടനെ ഇന്ദുജ ടീപ്പോയിൽ കിടന്നിരുന്ന ഒരു തുണിക്കഷ്ണം എടുത്ത് ചുരുട്ടി അതുപയോഗിച്ച് വാതിലിന്റെ കൊളുത്തുകൾ തുറക്കാനായി ശ്രമിച്ചു. പക്ഷേ ചൂട് കാരണം ആ തുണിക്കഷ്ണം ഉരുകി കൊളുത്തിൽ പറ്റിപ്പിടിച്ചു. അതോടെ അവൾ ആ വാതിൽ തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് നേരെ പുറകുവശത്തെ വാതിൽ ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അവൾ അവിടെ എത്തുന്നതിനു മുന്നേ വീട്ടിലെ കറണ്ട് പോയി. കനത്ത ഇരുട്ടിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇന്ദുജ കൈകൾ നീട്ടി ചുറ്റും പരതി. പക്ഷേ അടുത്തെങ്ങും അവൾക്ക് ഒരു ചുമർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ അവൾ കൈകൾ നീട്ടി തന്നെ പിടിച്ച് മുന്നോട്ട് നടന്നു. ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദുജയ്ക്ക് ഉള്ളിൽ എന്തോ സംശയം തോന്നാൻ തുടങ്ങി. താൻ നിന്നിടത്തു നിന്നും കുറച്ചു മുന്നിലായി ഒരു ചുമറുണ്ടായിരുന്നു. ഇപ്പോൾ താൻ വെച്ച അത്രയും ചുവടുകൾ വേണ്ട അതിനടുത്തെത്താൻ. പക്ഷേ ഇത്ര ചുവടുകൾ വെച്ചിട്ടും ആ ചുമരിനടുത്തേക്ക് താൻ എത്തിയിട്ടില്ല. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നോക്കാമെന്ന് കരുതി അവൾ വീണ്ടും കൈകൾ നീട്ടി മുന്നോട്ട് നടന്നു. പക്ഷേ എത്ര തന്നെ മുന്നോട്ട് നടന്നിട്ടും ഇന്ദുജയ്ക്ക് ചുമർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുന്നിൽ മാത്രമല്ല ഒരിടത്തും ഒരു ചുമർ പോലുമില്ല എന്നവൾക്ക് തോന്നി. കാരണം വീട്ടിലെ മുറികൾക്കോ ഹാളിനോ താൻ ഇപ്പോൾ നടന്ന അത്രയും വീതിയോ നീളമോ ഇല്ല. ഇതിനോടകം താൻ ഏതെങ്കിലും ഒരു ചുമരിൽ ചെന്ന് മുട്ടേണ്ടതാണ്. അതുമല്ലെങ്കിൽ ഒരു മേശയോ കസേരയോ കയ്യിൽ തടയേണ്ടതാണ്. ഇതുവരെ അതുപോലും സംഭവിച്ചില്ല. അതോടെ ഇന്ദുജയ്ക്ക് കൂടുതൽ പേടി തോന്നാൻ തുടങ്ങി. കനത്ത ഇരുട്ടിൽ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പുറകിലെവിടെ നിന്നോ നേർത്ത വെളിച്ചം വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ വേഗം പുറകോട്ട് തിരിഞ്ഞ് അതെവിടെ നിന്നുമാണ് വരുന്നത് എന്നറിയാനായി മുന്നോട്ട് നടന്നു. ആ വെളിച്ചമുണ്ടായിരുന്നിട്ട് പോലും താൻ വീടിനുള്ളിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കുറച്ചധികം നടക്കേണ്ടി വന്നു അവൾക്ക് ആ പ്രകാശത്തിന്റെ ഉറവിടത്തിനടുത്തെത്താൻ. അവൾക്ക് അല്പം മുന്നിലായി വായുവിൽ ഉയർന്നു നിന്നിരുന്ന ഒരു ചെറിയ ചിരാതിൽ നിന്നുമായിരുന്നു ആ പ്രകാശം വന്നുകൊണ്ടിരുന്നത്.
അത് കണ്ടതോടെ പ്രതീക്ഷ ഭയത്തിന് വഴിമാറി. കൂടുതൽ അടുത്തേക്ക് ചെല്ലാൻ അവൾ മടിച്ചു. അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ തന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. അധിക നേരം വേണ്ടി വന്നില്ല അതൊരു തോന്നലല്ല എന്ന് തിരിച്ചറിയാൻ. തന്റെ പുറകിൽ എവിടെ നിന്നോ നേർത്ത കാലടി ശബ്ദം അവൾ കേട്ടു. താൻ ഇവിടെ ഒറ്റയ്ക്കല്ല, ആരോ വീടിനകത്തുണ്ട്. അതോടെ അവൾ വേഗം ആ ചിരാതിനടുത്തേക്ക് നടന്നു. അതിനടുത്തെത്താറായതും ആരോ ഊതിക്കെടുത്തിയ പോലെ ആ തിരുനാളമണഞ്ഞു. നേരത്തെ ദൂരെ എവിടെ നിന്നോ കേട്ട കാൽപെരുമാറ്റം ഇപ്പോൾ തന്റെ തൊട്ടുപുറകിലെത്തിയിരിക്കുന്നു. എവിടേക്ക് ഓടണമെന്ന് പോലും അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഭയന്നവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് വന്നു. അവിടെ മുഴുവൻ പ്രകാശം നിറഞ്ഞു. താനിപ്പോൾ ഒരു ചുമരിന് നേരെയാണ് നിൽക്കുന്നത്. വാതിൽ തന്റെ പുറകുവശത്താണ്. ഇന്ദുജ വേഗം പുറകോട്ട് തിരിഞ്ഞു. പുറകിലെ കാഴ്ച കണ്ട ഇന്ദുജ നടുങ്ങി വിറച്ചു. പെയിന്റിങ്ങിലുണ്ടായിരുന്ന സ്ത്രീ തൊട്ടുപുറകിൽ അവളെ തുറിച്ചു നോക്കി നിൽക്കുന്നു. അവൾക്ക് ഉറക്കെ അലറണമെന്നുണ്ടായിരുന്നെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. മുന്നിലെ സ്ത്രീ അവളുടെ അടുത്തേക്ക് മെല്ലെ ചൂടുവെച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. അടുത്തേക്കുള്ള ഓരോ ചൂടിനനുസരിച്ചും അവരുടെ മുഖം കൂടുതൽ രൗദ്രമായി മാറിക്കൊണ്ടിരുന്നു. അതുകണ്ട് ഭയന്നു വിറച്ച് ഇന്ദുജ പുറകോട്ട് നീങ്ങി. എന്നാൽ ഏതാനും ചൂടുകൾ പുറകോട്ട് വെച്ച് അവൾ ചുമരിൽ തട്ടി നിന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൾ 2 കൈകളും കൊണ്ട് ചുമരിൽ പരതി. ആ സമയം തന്റെ തലയ്ക്ക് പുറകിൽ വല്ലാത്ത ചൂടനുഭവപ്പെടുന്നത് അവൾ അറിഞ്ഞു. തലയുയർത്തി പുറകിലെ ചുമരിലേക്ക് നോക്കി അവൾ കണ്ടത് 2 ചിരാതുകൾ മാത്രമുള്ള ഒരു പെയിന്റിംഗ് ആണ്. വെറും 2 തിരുനാളങ്ങളിൽ നിന്നും വരുന്നത് പോലെയായിരുന്നില്ല ആ ചൂട്. മറിച്ച് ഒരു അഗ്നിപർവ്വതത്തിൽ നിന്നും വമിക്കുന്നതെന്ന പോലെയായിരുന്നു അവൾക്കത് അനുഭവപ്പെട്ടത്. ആ ചൂട് താങ്ങാനാവാതെ അവൾ തലകുനിച്ച് ചുമരിന്റെ ഒരു മൂലയിലേക്ക് ഒഴിഞ്ഞു മാറി. അതോടെ ആ വെളിച്ചവും ചൂടും മുന്നിലെ സ്ത്രീയുടെ മുഖത്ത് പതിച്ചു. കനത്ത ചൂടുമൂലം ആ സ്ത്രീയുടെ വസ്ത്രങ്ങളും ത്വക്കും മെഴുകുപോലെ ഉരുകിയൊലിച്ചു. അതോടെ അവർ വികൃതമായ പച്ചമാംസം മാത്രമുള്ള ഒരു ഭീകര രൂപിണിയായി മാറി. ആ രൂപം കണ്ട് ഇന്ദുജ ഉറക്കെ അലറി വിളിച്ചു. ഉടനെ അവർ ഇന്ദുജയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അടിയേറ്റ അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. ഒപ്പം അടിയുടെ ശക്തി കാരണം അവളുടെ കണ്ണുകളിൽ അല്പനേരത്തേക്ക് ഇരുട്ട് കയറിപ്പോയി. കാഴ്ച തെളിഞ്ഞപ്പോൾ നിലത്തുനിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച ഇന്ദുജ കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന ഭീകര രൂപത്തെയാണ്. അതിന്റെ കൺപോളകൾ ഉൾപ്പെടെ ഉരുകിപ്പോയിരുന്നതിനാൽ കണ്ണുകൾ പുറത്തേക്കുന്തി തുറച്ചു നിന്നിരുന്നു. അതിന്റെ മുഴുവൻ രൂപത്തെക്കാളും അവളെ ഭയപ്പെടുത്തിയത് ആ കണ്ണുകളായിരുന്നു. നിലത്ത് കൈകൾ കുത്തി പുറകോട്ട് നിരങ്ങി നീങ്ങിയ ഇന്ദുജ വീണ്ടും ചുമരിന്റെ ഒരു കോണിൽ തന്നെ എത്തി. ഇനിയെങ്ങോട്ടും 1 ഇഞ്ച് പോലും നീങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ തറയിലിരിക്കുമ്പോൾ മുന്നിലുള്ള സത്വം മുന്നോട്ട് കുനിഞ്ഞ് അവളുടെ മുഖത്തിനടുത്തേക്ക് വന്നു. അതിന്റെ ഭയം ജനിപ്പിക്കുന്ന രൂപത്തിൽ നിന്നും രക്ഷ നേടാനായി ഇന്ദുജ മുഖം ഒരു വശത്തേക്ക് തിരിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു. പുറകിലെ ചുമർ തകർന്നു വീണിരുന്നെങ്കിലെന്ന് അവൾ ഒരു വേള ആഗ്രഹിച്ചുപോയി. അവിടെ അങ്ങനെയിരിക്കുമ്പോൾ അവളുടെ മൂക്കിലേക്ക് അഴുകിയ മാംസത്തിന്റെ രൂക്ഷഗന്ധം തുളച്ചു കയറി. തന്റെ മുഖത്തെ തൊട്ടില്ല എന്ന മട്ടിൽ അതവിടെയുണ്ട് എന്ന തിരിച്ചറിവ് അവളുടെ നട്ടലിലൂടെ ഒരു തരിപ്പ് കടത്തിവിട്ടു. അടുത്ത നിമിഷം അവളുടെ പുരികക്കൊടികളിലൂടെ മൂർച്ചയേറിയ എന്തോ ഒന്ന് ആഴ്ന്നിറങ്ങി നീളത്തിൽ മുറിവുകളുണ്ടാക്കി. വേദനയാൽ പൊളഞ്ഞ് ഇന്ദുജ നിലവിളിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. മുന്നിലെ ഭീകരരൂപം അതിന്റെ കൂർത്ത നഖങ്ങൾ വാ തുറന്ന് നാക്ക് നീട്ടി അതിൽ പറ്റിയ ഇന്ദുജയുടെ രക്തം വടിച്ചെടുത്തു. രക്തത്തിന്റെ രുചിയെറിഞ്ഞ അതിന്റെ മുഖം കൂടുതൽ വന്യമായി. തന്റെ രക്തവും മാംസവും ആഹരിക്കാനുള്ള ആർത്തി അതിന്റെ കണ്ണുകളിൽ ഇന്ദുജ കണ്ടു. അവളുടെ കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലേൽപ്പിച്ചുകൊണ്ട് പുരികങ്ങളിൽ നിന്നും ചെറിയ രക്തത്തുള്ളികൾ അവളുടെ കണ്ണുകളിലേക്ക് ഒലിച്ചിറങ്ങി. അതുകണ്ട് ആ ഭീകര സത്വം അതിന്റെ നീളമേറിയ നാക്ക് പുറത്തേക്ക് നീട്ടി വീണ്ടും അവളുടെ മുഖത്തിന് നേരെ ആഞ്ഞു. ഭയം കൊണ്ട് കണ്ണുകൾ അടയ്ക്കാൻ ഇന്ദുജ ശ്രമിച്ചെങ്കിലും പുരികങ്ങളിലെ കഠിനമായ വേദന അവളെ അതിനനുവദിച്ചില്ല. ആ ഭീകരസത്വം അവളെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി അതിന്റെ നാവുകൊണ്ട് അവളുടെ കണ്ണുകളിൽ പറ്റിയ രക്തം ആർത്തിയോടെ വടിച്ചെടുത്തു. ഇന്ദുജ ഭയവും അറപ്പും കൊണ്ട് വീർപ്പുമുട്ടി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതിന്റെ നാവ് തന്റെ കണ്ണുകളെ ചൂഴ്ന്നെടുക്കുമെന്ന് അവൾക്ക് തോന്നി. ഇപ്പോൾ തന്നെ അതിന്റെ കൂർത്ത നഖങ്ങൾ അവളുടെ കഴുത്തിൽ മുറിവുകൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. ഭയത്തെയും അറപ്പിനെയും സ്വയം പ്രതിരോധിച്ച് അവൾ ആ സത്വത്തിന്റെ ഇടതു കണ്ണിലേക്ക് വലതു ചൂണ്ടുവിരൽ കൊണ്ട് ആഞ്ഞുകുത്തി. വിരൽ അതിന്റെ കണ്ണിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. ഉടനെ ഇന്ദുജ കൈ പുറകോട്ട് വലിച്ചു. പക്ഷേ വിരലിനൊപ്പം അതിന്റെ കണ്ണും ഊരിപ്പോന്നു. തന്റെ ചൂണ്ടുവിരലിൽ ഒരു കണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അവൾ ഭയന്ന് ഉറക്കെ അലറി. ഒരു കണ്ണ് നഷ്ടപ്പെട്ടതൊന്നും അതിനെ ബാധിച്ചതായി ഇന്ദുജയ്ക്ക് തോന്നിയില്ല. പക്ഷെ എന്തുകൊണ്ടോ അത് അവളുടെ കഴുത്തിലെ പിടിവിട്ടു. അവൾ വഴുതി താഴെ വീണു. നിലത്ത് കൈകൾ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിരലിൽ ഒട്ടിപ്പിടിച്ചിരുന്ന കണ്ണിൽ നിന്നും വഴുവഴുപ്പുള്ള ദ്രാവകം തറയിലേക്ക് തെറിച്ചു. ഇത്തവണ അവൾ അതെല്ലാം അവഗണിച്ച് നിലത്തു നിന്നും എഴുന്നേറ്റ് തുറന്നു കിടന്നിരുന്ന ഒരു മുറി ലക്ഷ്യമാക്കി ഓടി. മുറിക്കകത്തേക്ക് കയറിയതും രണ്ടാമതൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ അവൾ വേഗം വാതിലടച്ചു കുറ്റിയിട്ടു.
മുറിയിലെ ലൈറ്റ് ഓഫായിരുന്നതിനാൽ കനത്ത ഇരുട്ടിൽ നിന്നുകൊണ്ട് അവൾ വിരലിൽ നിന്നും ആ കണ്ണൂരിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് മുന്തിയ ഇനം പശ കൊണ്ട് ഒട്ടിച്ചു വെച്ച പോലെ അവളുടെ വിരലിനെ പൊതിഞ്ഞു നിന്നു. ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഒരഗ്രം കൊണ്ട് അതിൽ ചുറ്റിപ്പിടിച്ച് അവൾ ഒന്നുകൂടി ആഞ്ഞു വലിച്ചു നോക്കി. അതോടെ ആ കണ്ണിനുള്ളിൽ ഉണ്ടായിരുന്ന ബാക്കി കൊഴുത്ത ദ്രാവകം വസ്ത്രത്തിലേക്കും മറ്റേ കൈയിലേക്കും കൂടി തെറിച്ചു. അതിൽ നിന്നും വമിച്ച അസഹനീയമായ ദുർഗന്ധം അവൾക്ക് മനം പിരട്ടലുണ്ടാക്കി. ആ സമയം മുറിയുടെ വാതിലിൽ ആരോ ആഞ്ഞടിച്ചു. വാതിലിൽ ചാരി നിന്നിരുന്ന ഇന്ദുജ ഞെട്ടലോടെ 2 ചുവട് മുന്നോട്ട് ചാടി. മുന്നിലെ ഇരുട്ടിൽ അവൾ എന്തിലോ ചെന്ന് തട്ടി. അതൊരു മനുഷ്യന്റെ ശരീരമായിരുന്നില്ലേ എന്ന് അവൾക്ക് തോന്നി. അവൾ വിറയാർന്ന കൈകൾ മുന്നോട്ട് നീട്ടി ചുറ്റും പരതിയെങ്കിലും മുറിക്കുള്ളിൽ തന്നെ കൂടാതെ മറ്റാരെങ്കിലും ഉള്ളതിന്റെ ഒരു ലക്ഷണവും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും പക്ഷേ അവളുടെ അന്തരംഗം താൻ മുറിക്കുള്ളിൽ തനിച്ചല്ല എന്ന് അവളോട് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഒരു തരത്തിൽ താൻ ഈ മുറിയിൽ മറ്റൊരാളുടെ കണ്ണുമായാണ് നിൽക്കുന്നത്. ആ ചിന്ത അവളിൽ ഒരു വിറയൽ സൃഷ്ടിച്ചു. അതെനിക്ക് തിരിച്ചതാ! അവളുടെ തൊട്ടുപുറകിൽ നിന്നും ഒരാക്രോശം മുറിക്കുള്ളിൽ മുഴങ്ങി. നടുങ്ങിപ്പോയ ഇന്ദുജ കൈകൾ കൊണ്ട് ചെവികൾ പൊത്തി. ആ സമയം വിരലിൽ പറ്റിപ്പിടിച്ചിരുന്ന കണ്ണ് അവളുടെ മുഖത്തെ ഉരസി. ഭയത്തോടെ അവൾ വേഗം കൈമാറ്റി. അവൾ വിറച്ചു പുറകോട്ട് കൈകൾ നീട്ടി. ഇല്ല, അവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ആ ശബ്ദം വന്നത്? തനിക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത എന്തോ ഒന്ന് ഈ മുറിയിൽ തന്നോടൊപ്പമുണ്ട്. എങ്ങനെയെങ്കിലും മുറിക്ക് പുറത്തു കടക്കണമെന്ന ചിന്തയോടെ വാതിൽ കണ്ടെത്താനായി അവൾ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു നടന്നു. വീണ്ടും മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെ. ഒരു ചുമർ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. പെട്ടെന്ന് മുറിക്കുള്ളിൽ വല്ലാത്ത ചൂട് പടരാൻ തുടങ്ങി. ഇന്ദുജ വിയർത്തൊലിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കൂടി ഈ മുറിയിൽ കഴിഞ്ഞാൽ താൻ ചൂടേറ്റ് മരിച്ചു പോവും. എങ്ങനെയെങ്കിലും പുറത്തു കടന്നേ മതിയാവൂ. പക്ഷേ അതിനെന്ത് ചെയ്യണമെന്ന് മാത്രം അവൾക്കറിയില്ലായിരുന്നു. ആ സമയം കുറച്ചു മുന്നിലായി അവൾ നേർത്ത ഒരു പ്രകാശം കണ്ടു. അവൾ നോക്കി നിൽക്കെ അത് മെല്ലെ വലുതായി വന്നു. കനലുകൾ കൂട്ടം കൂട്ടമായി വന്നു പതിച്ച് മുറിയുടെ വാതിൽ കത്തിയെരിയുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വാതിൽ മുഴുവനായി കത്തിയമർന്നു. എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനുള്ള വ്യഗ്രതയോടെ അവൾ അതിലൂടെ പുറത്തേക്കോടി. ഓടുന്ന സമയം മുഴുവൻ തൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി അവൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഓടിൽ ഹാളിലെത്തിയ അവൾ നിലത്ത് കിടന്നിരുന്ന കൊഴുത്ത ദ്രാവകത്തിൽ തന്നെ നിലത്തേക്ക് കമഴ്ന്നടിച്ചു വീണു. ക്ഷണനേരത്തേക്ക് ഇന്ദുജിയുടെ ബോധം മിന്നിമറിഞ്ഞു. നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എന്തൊക്കെയോ അവളുടെ പുറത്തേക്ക് വന്നു വീണത്. നിലത്തുകുത്തിയ കൈയിൽ നിന്നും ആ കണ്ണ് ദൂരേക്ക് തെറിച്ചുപോയി. പക്ഷെ അതിൽ ആശ്വസിക്കാൻ പറ്റിയ സമയമായിരുന്നില്ല അത്. വീടിനാകെ തീ പിടിച്ചിരിക്കുന്നു. ദേഹത്തേക്ക് വീണ കരിഞ്ഞ പലക കഷ്ണങ്ങൾ തട്ടിമാറ്റി അവൾ പരവശപ്പെട്ടെഴുന്നേറ്റു. എവിടേക്ക് ഓടണം? ചുറ്റിലും തീ പടർന്നിരിക്കുന്നു. ചുവരുകളും മേൽക്കൂരകളും വാതിലുകളും കത്തിയമരുകയാണ്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവൾ നിശ്ചലയായി അവിടെ കിടന്നു. മേൽക്കൂരയുടെ ചില അവശിഷ്ടങ്ങൾ അവളുടെ ചുറ്റിലും പതിച്ചുകൊണ്ടിരുന്നു. തനിക്കൊരിക്കലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവളുടെ മനസ്സ് സ്വയം അംഗീകരിച്ചു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ പുറത്തേക്കൊഴുകി. ആ സമയം ഹാളിൻ്റെ ചുമർ ഒരു വശം കത്തി അടർന്നു വീണു. തക്ക സമയത്ത് ഒഴിഞ്ഞുമാറിയതുകൊണ്ട് മാത്രം അത് അവളുടെ ദേഹത്ത് വീണില്ല. ആ ചുമരിന് നേരെ നോക്കിയ ഇന്ദുജ കണ്ടത് പുറത്തേക്കുള്ള ഒരു വഴിയാണ്. അവളുടെ കണ്ണുകൾ തിളങ്ങി. ചുറ്റിലും തീയാളുകയാണ്. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ അപകടമൊന്നും കൂടാതെ പുറത്തെത്താൻ പറ്റും. ആ ഒരു പ്രതീക്ഷയിൽ അവൾ തൻ്റെ മുന്നിലുള്ള ഒരേയൊരു വഴിയിലൂടെ സർവ്വശക്തിയും എടുത്തോടി. അവൾ പുറത്തെത്തിയതും ആ വീട് അപ്പാടെ നിലംപതിച്ചു. ഒരു നടുക്കത്തോടെ ഇന്ദുജ അത് നോക്കി നിന്നു. വീട് കത്തുന്നത് കണ്ട് ആളുകൾ അവിടേക്ക് ഓടിക്കൂടി. പുറത്തു നിൽക്കുന്ന ഇന്ദുജയോട് അവർ പലതും ചോദിച്ചെങ്കിലും ഒരു സ്വപ്നാടനക്കാരിയെപ്പോലെ അവൾ വെറുതെ നിശ്ചലയായി നിന്നതേയുള്ളൂ. എല്ലാം വെറും ഒരു സ്വപ്നം മാത്രം. ഒരയൽക്കാരി കൈപിടിച്ച് നടത്തുമ്പോൾ മനസ്സ് സ്വയം ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം മന്ത്രിച്ചുകൊണ്ടിരുന്നു. അല്പമകലെ ഇരുട്ടിന്റെ മറവിൽ ഒരു കണ്ണു മാത്രമുള്ള ഒരു ഭീകരരൂപം തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നതറിയാതെ അവൾ യാന്ത്രികമായി അയൽക്കാരിയോടൊപ്പം നടന്നകന്നു.